ഞാൻ എന്ത് വിഷയത്തിലേക്ക് ഇറങ്ങിയാലും അത് പരാജയപ്പെടുകയാണ്. എന്തു തുടങ്ങിയാലും അത് വിജയത്തിലേക്ക് എത്തുന്നില്ല. തടസ്സങ്ങളാണ്, എല്ലാം മുടങ്ങിപ്പോകുകയാണ്. അത് കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും എനിക്കെന്നെ മനസ്സിനൊരു സമാധാനമില്ല. ഒന്നും തുടങ്ങാൻ തോന്നുന്നില്ല. തുടങ്ങിയതൊക്കെ പൊട്ടിപ്പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പലരും പറയാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിനെ തവക്കുലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങുക. തീർച്ചയായും അത് വിജയിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട് റബ്ബിനെ തവക്കുലാക്കാനുള്ള. ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഈ രൂപത്തിലേക്ക് ഇറങ്ങി നോക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. നമുക്കതിൽ നല്ലൊരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും എന്നുള്ളതാണ്. ഇസ്തിഖാറത്ത് ചെയ്യുക എന്നാണ് അതിന് പറയുക. ജാബിർ റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഖാറത കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. ഞങ്ങൾക്ക് ഇസ്തിഖാറത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൽ നിന്നൊരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാറുണ്ട്. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്തുണ്ട്. ഇദാ ഹമ്മ അഹദുക്കും ഫൽയർക റകഅതൈൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അതിൻ്റെ ഭാവിയിൽ ഖൈറാണോ ഷെറാണോ, ഞാനൊരു കച്ചവടം തുടങ്ങിയാൽ എൻ്റെ മകളുടെ വിവാഹാലോചന വരുന്നുണ്ട്, ആ ഒരു ബന്ധം നല്ലതാണോ അത് ഷെറാണോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ വരുമോ, എൻ്റെ മക്കളെ ജോലിക്ക് പറഞ്ഞയക്കുന്നുണ്ട് വിദേശത്തേക്ക്, അത് ഖൈറാണോ ഷെറാണോ, ഇങ്ങനെ തുടങ്ങി ഫിൽ ഉമൂരി കുല്ലിഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏത് വിഷയത്തിലും നമുക്ക് അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇസ്തിഖാറത്ത് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് നല്ല വിജയം ലഭിക്കുന്നുള്ളതാണ്. ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ യഹ്യാ ഉലൂമുദ്ദീനിൽ ഈ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്താണ് ഓതേണ്ടതെന്നൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ്, ഈ നിസ്കാരം കഴിഞ്ഞിട്ടൊരു ദുആ ചെയ്യാനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക എന്നൊക്കെ തുടങ്ങിയിട്ട് വളരെ മനോഹരമായൊരു ദുആ. ആ ദുആൻ്റെ അർത്ഥം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലാഹുവേ നീയാണ് അന്ത തഅലം വലാ അഅലം, എനിക്കൊന്നും അറിയൂല, ഞങ്ങൾക്കൊന്നും അറിയൂല, നീയാണ് എല്ലാം അറിയുന്നവന്, ഞങ്ങൾക്കൊരു കഴിവുമില്ല, നീ അല്ലാമുൽ ഗുയൂബാണ്, നിനക്കാണ് എല്ലാം കഴിവുള്ളവനും എല്ലാം അറിയുന്നവനും നീയാണ്. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വിഷയം, എൻ്റെ മകളുടെ വിവാഹം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ കച്ചവടം, ഞാനുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലൊക്കെ ഖൈറാണെങ്കിൽ എനിക്കതിലേക്ക് കഴിവ് നൽകണേ, എന്നതിലേക്ക് എളുപ്പമാക്കണേ, അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീക്കണേ. അതിൽ ഷർറാണെങ്കിൽ അതിനെ തൊട്ട് എന്നെ തിരിച്ചു കളയണം, ആ ഷെറ് എന്നിലേക്ക് അടുപ്പിക്കാതിരിക്കുകയും ചെയ്യണം, എന്നിട്ട് ഖൈറിനെ എനിക്ക് പകരം നൽകണം എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഈ ഒരു ഇസ്തിഖാറത്ത് ചെയ്തതിന് ശേഷം ഏത് വിഷയത്തിലേക്ക് ഇറങ്ങി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു വഴി കാണിച്ചു തരും. കാരണം വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതിലിത് എത്ര തവണ ഇസ്തിഖാറത്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇസ്തിഖാറത്ത് ചെയ്യുന്ന കാര്യം തോന്നിപ്പിച്ച് കിട്ടാൻ മഹാന്മാർ പ്രത്യേകമായി പറഞ്ഞ ഒരു കൈഫിയത്തുണ്ട്. അതൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കണ്ടു മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്ക് വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.